helping in reading. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്ത് എഴുന്നേറ്റ് 117-ാമത്തെ സങ്കീർത്തനം ഒരുമിച്ച് നമുക്ക് വായിക്കാം. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെൻ എല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മാറം നീട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മാറം നീട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. Praise the Lord. Psalms 117. Caleb is going to read, and we're going to read it together. Praise the Lord, all ye nations, exalt him and all you peoples, for great is love towards us, and the faithfulness of the Lord endures forever. Praise the Lord. Shall we all lift up our hands? നമ്മുടെ കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ കർത്താവിനെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിക്കുവിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിക്കുവിൻ. അവൻ രണ്ട് കാര്യങ്ങൾ ഇന്ന് പകലിൽ ഓർക്കുവാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മോടുള്ള അവന്റെ, two things that we have to remember this morning. Amen. The loving kindness of the Lord. You don't have to look left or right, you got to look to your life. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിട്ടെന്ന് പറഞ്ഞ്, Lord, your loving kindness is everlasting. Amen. Your loving kindness is great towards me. ഇന്ന് പകലെന്ന് പറയാമോ, എന്നോടുള്ള അങ്ങയുടെ ദയ വലുതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയുടെ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാത്തത് കൊണ്ടാണ് ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ, 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 ആമേൻ. If you remember the loving kindness of the Lord, ആമേൻ, can you praise his name? ഇന്ന് പകലിൽ ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. ആമേൻ. His truth is everlasting. The truth of the Lord. ആമേൻ. ഇന്ന് ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞതുപോലെ നെഹെമിയ chapter 9 verses 8, God has performed his promises. അവൻ പറഞ്ഞ സകല വാക്കുകളും അവൻ നിവർത്തി ചെയ്തു. ഇന്ന് പകലിൽ ആമേൻ ധൈര്യത്തോടെ ഈ മാസത്തിന്റെ ഈ അവസാന ഞായറാഴ്ചയിൽ, this is the last Sunday of this 4th month, I mean we can say that God, your loving kindness was everlasting. Even though I was unfaithful, God, you were faithful towards me, and your truth has never changed. Your word has never changed. You have established, you have programmed everything. You have planned it everything, and you have took care of it everything. If this morning, if you are happy and if you are thankful, come on, raise your hand and shout 3 hallelujah, 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 hallelujah. Praise the Lord. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാതെ, അങ്ങയുടെ ദയയ്ക്ക് മാറ്റം വരാതെ ഞങ്ങൾ ഇന്ന് പകലിൽ നിർത്തിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated. Thank you, Caleb. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. I greet you all in the name of our Lord and Savior Jesus Christ. It is good to be in the presence of the Lord always, every moment, any moment. If it is a happy day, if it's a sad day, if it is any day, Sunday, Monday, Tuesday, or any day, when we come into the presence of the Lord, we can rejoice in his presence. We can be thankful in the presence of the Lord. And thank you everyone for joining
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകം 2 പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളാണെങ്കിലും ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയുന്നു. പ്രിയ പാസ്റ്റർ ജോർജ് ഉമ്മൻ, പ്രിയ ജോർജ് ഉമ്മനപ്പച്ചന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അല്പം അസ്വസ്ഥതയുണ്ടായി. He had a minor heart attack and he had a minor stroke and he is in the hospital. He was in the ICU and we prayed, the church prayed, and they moved him to a regular room, and their families praying, and they're hoping after 2 days they can he will be discharged and going back to home. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, സ്തോത്രം. അവർ രണ്ടുപേരും നാട്ടിൽ ആമേൻ ഒറ്റയ്ക്കായിരിക്കുന്നു, and we know the conditions, and let us continue to pray for George Minapachan and Jolie Amici. രണ്ടുപേരും ശാരീരികമായ അസ്വസ്ഥതയിലായിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കർത്താവ് അവർക്ക് ബലവും ആമേൻ സമാധാനവും പ്രത്യാശയും ധൈര്യവും നൽകട്ടെ. ആമേൻ. പ്രിയ പ്രസാദ് പാസ്റ്ററിനെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. ആമേൻ. അവരുടെ ഫാമിലീസിനെ എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് എല്ലാവരെയും ആമേൻ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം നമ്മുടെ പ്രിയ തങ്കമാമ. She had a fall last week. കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് വീണു. തൻ്റെ മുട്ടിന് അല്പം ഒരു മൈനർ ക്രാക്ക് ഉണ്ട്. സ്തോത്രം. വലിയ ഭയപ്പാടുകൾ ഉണ്ടായിരുന്നു. സർജറി വേണോ എന്നെല്ലാം ഭയപ്പെട്ടിരുന്നു. പ്രൈസ്. പക്ഷെ അതൊന്നും വേണ്ട എന്ന് ഇന്നലെ ഡോക്ടർ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. 4 to 5 weeks she has to have a complete rest. So അമ്മയും അച്ചായനും they are at home. So continue to pray for them. I'm believing that they are in the Zoom line. കർത്താവ് അവരെ സഹായിക്കട്ടെ. അവരെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ സൗഖ്യം വേഗത്തിൽ തന്നെ പ്രിയമാമയ്ക്ക് കാലിന് സൗഖ്യമായി ബലത്തോടെ ആരോഗ്യത്തോടെ ചർച്ചിൽ കടന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ബലപ്പെടുത്തട്ടെ. സ്തോത്രം. Another prayer request, requested prayer for our dear Stanley brother. പെർലാൻഡിലെ ലീലമാമയുടെ മകൻ സ്റ്റാൻലി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. He was not feeling well yesterday and went to emergency and he is admitted in the hospital. പ്രത്യേക ലീലമാമ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. And he is not feeling well and he is admitted in the hospital. We know that he had cancer and God has delivered him and he is taking the medication. So continue to pray for a complete healing. നമ്മുടെ പ്രാർത്ഥനയോടെ എപ്പോഴും എന്നോട് കാണുമ്പോൾ പറയും, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രെയർ ഓഫ് ദ ചർച്ച് ദാറ്റ് വി ആർ സ്റ്റാൻഡിങ്. ദൈവസഭയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് they are very thankful. So continue to pray for our dear Stanley brother. സ്റ്റാൻലി ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും ദൈവം നൽകട്ടെ. സ്തോത്രം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻഡസ്ട്രി പ്രയറിൽ നമ്മൾ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഈ ആഴ്ചയിലുള്ള നമ്മുടെ ഇൻഡസ്ട്രി പ്രയറിലും വീക്ക്ലി പ്രയറിലും നമ്മൾ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. Joel, Feba and Chris Jaslyn, they traveled to India and they reached safe. I just got a text message. They reached safe, and we know that the family is there for Josh's wedding, and the engagement is this Saturday and wedding is on next Monday, not tomorrow, next Monday. So continue to pray that everything go well and God's presence be with them. കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കട്ടെ. അതിന് വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രത്യേക നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് എല്ലാ വിഷയങ്ങളെയും എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പറയുന്നു. ഫാമിലി അമിത് ബ്രദർ ആൻഡ് ഫാമിലി, ഗുഡ് ടു സീ യു വൺ മോർ ടൈം. കർത്താവ് നിങ്ങളെയും ഐശ്വര്യമായി ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രിയ നമ്മുടെ ഷിക്കാഗോയിലെ പിതാവും മാതാവും ഇവിടെ ഉണ്ട്. ദേ ആർ hoping to travel this coming Tuesday. ചൊവ്വാഴ്ച അവർ മടങ്ങിപ്പോകാൻ താല്പര്യപ്പെടുന്നു. അവരുടെ യാത്രയും ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് അവരോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. Psalms 117, it's very short. Very short Psalms. It's only 2 verses. 2 things to remember. I'm not going to give an exegesis or message from that Psalms. Right after this, I'm going to invite our worship team to come forward. Praise the Lord, all nations. Everything that has breath, we got to praise the Lord. Amen. Right? Praise the Lord. No, you don't need number 1, 2, 3, 4, 5 reasons to praise the Lord. Everything that has breath, praise the Lord. We wake up this morning, we got to
praise the Lord. I mean, we are walking. God has gave us strength to the feet. We got to praise the Lord. If we are moving our mouth, if there's air coming out of our mouth and our nostril, we got to praise the Lord. If we can see through our eyes, we got to praise the Lord. I mean, if we can move our hands, we got to praise the Lord. I mean, if we were able to taste a tea or a coffee this morning, we got to praise the Lord. As Thomas Woodijan said, a holy coffee, right? Church's coffee is a holy coffee. I mean, everybody tasted the holy coffee this morning in the church, right? Praise the Lord. I mean, if you are tasted the coffee this morning, God has give you taste in your tongue, you got to praise the Lord. There is no excuses you can say this morning. There is no excuses. I'm not feeling well. I'm not happy this morning. I don't have, everything's, figured out. I don't have, every solutions, all solutions for all my problems. No. There's no excuses this morning. If God has brought you here in the house of the Lord, there is rejoice. There is joy. You got to praise the Lord. There is only two things that you got to remember. The loving kindness of the Lord. The word of God says, we are not consumed because of the loving kindness of the Lord. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ ദയയൊന്നും മാത്രം. And it is very new every morning. You wake up, come on, hallelujah. I mean, you wear a cloth from the last day. You wear a dress from the last week. But let me tell you, you are experiencing the loving kindness of the Lord this morning. It is not from the last day. It is not from the last month. It is not from the last week. It is new this morning. And if you have tasted this, hallelujah, come on, raise your hand and give a good hallelujah to the Lord. Because His loving kindness is everlasting. And His truth has never changed. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ, when you come into the presence of the Lord, the first thing that you got to remember that God, I was unworthy. I was unworthy to call you as Abba Father. You might have a good profession. You might be studying right now. You might have everything figured out this morning. You might have a good bank balance, everything that you have this morning. But let me tell you, when you come into the presence of the Lord, you got to look to the cross and say, God, I was unworthy to look to your cross. I was set apart. I was away from the cross. But thank the Lord for the blood of Jesus Christ for brought me, closer to the cross this morning. Not to just carry the cross, but to preach and sing, the loving kindness of the Lord. Not to hear the loving kindness of the Lord, but to preach and sing this morning. Hallelujah. Praise the Lord. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് കേൾക്കാൻ മാത്രമല്ല, ഇന്ന് പകൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനോ അതിനെക്കുറിച്ച് പാടാനും ദൈവം ഒരു ഭാഗ്യം തന്നില്ലേ? ഇതൊരു ഭാഗ്യ പദവിയാ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി പേര് പുറത്തുണ്ടായിരുന്നു. എങ്കിലും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നെ ഇത് ചുമക്കാൻ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നെ ഇതിനു വേണ്ടി വിളിച്ച കർത്താവിന് ഇന്ന് പകലിൽ നന്ദിയുള്ളവരായി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയണോ, നിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. നിന്റെ Hallelujah. Praise the Lord. അവന്റെ വിശ്വസ്തത തലമുറയായി. Amen. Let us continue to worship the Lord. Can I have the worship team on the stage? Hallelujah. When we are singing the songs, we got to worship and we got to praise the Lord. Two things we got to remember: the loving kindness is great towards us. Hallelujah. ഞാൻ ആദ്യം സംഘത്തിൽ ഞാൻ പറഞ്ഞത് നമ്മളെ ഒന്ന് നോക്കി പറയാനാ പറഞ്ഞത്. അവന്റെ ദയ വലുതായിരിക്കുന്നെന്ന സംഘത്തിനക്കാരൻ പറയുന്നത് കേട്ടോ. His loving kindness is great towards us. You got to look left and right and say hallelujah. അവന്റെ ദയ, നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആന്റിയെ, അടുത്തിരിക്കുന്ന അമ്മാമയെ, അടുത്തിരിക്കുന്ന അച്ചായനെ നോക്കിയിട്ടൊന്ന് പറയണം, അച്ചായ, അമ്മാമേ, നിങ്ങളുടെ അടുത്ത് വന്നൊന്ന് ഇരുന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ദയയ്ക്കൊന്ന് നന്ദി പറയാൻ. ഹല്ലേലൂയ. അത് ആരാധന എന്ന് പറയുന്നത്, അതും കൂടെ ആരാധന എന്ന് പറയുന്നത്. Look to your left and right and say, God has enabled us to together to come into the presence of the Lord and say the loving kindness of God is everlasting. Let us continue to worship the Lord this morning by singing the songs with the team. Amen.